നമസ്കാരം, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. 2020 എന്ന് പറഞ്ഞ വർഷം എന്തായാലും കഴിഞ്ഞു. 2020യെ കുറിച്ചൊന്നും ഞാനൊന്നും പറയാനില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് അതേക്കുറിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 2020 എന്ന് പറയുന്ന ഈ വർഷം മാനവരാശിക്ക് മേൽ വിജയം കൈവരിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അടുത്ത വർഷത്തിൻ്റെ, അതായത് ഇപ്പോഴത്തെ ഈ വർഷത്തിൻ്റെ പേര് തന്നെ അത് സൂചിപ്പിക്കുന്നു. 2020 വിജയിച്ചു എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തായാലും ഈ വർഷം പുതിയ തീരുമാനങ്ങളും പുതിയ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പല ചിന്തകളും കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് പ്രവർത്തനം തുടരാമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും 1930 പിന്നെ 2008 ഈ വർഷങ്ങളിലെല്ലാം വന്ന ഒരു റിസഷൻ ഉണ്ടല്ലോ, ആ റിസഷനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്രാവശ്യം ഈ 2020 മാർക്കറ്റിൻ്റെ പ്രതികരണം ഉണ്ടായത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ കൃത്യസമയത്ത് തന്നെ ഗവൺമെൻറ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തതോടുകൂടി തീവ്രമായ ഒരു രോഗവ്യാപനം നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. എങ്കിലും നമുക്ക് നമ്മുടെ രാജ്യത്ത് വളരെയധികം വ്യാവസായ രംഗത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു ഡിപ്പ് അല്ലെങ്കിൽ ഒരു ഇടിവ് തന്നെ സംഭവിച്ചെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലോക്ക്ഡൗൺ സമയത്തും നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് മേഖല, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖല. ഒരു ദിവസം പോലും കൊറോണയുടെ പേരിൽ അടച്ചിടാനുള്ള ഒരു അവസരം മാർക്കറ്റിനുണ്ടായിരുന്നില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഓൺലൈനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം എല്ലാം നേരത്തെ തന്നെ നമ്മളുടെ നാട്ടിലെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ഏത് തരത്തിലുള്ള ഓൺലൈൻ ട്രേഡിംഗ് ആണെങ്കിലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും നേരിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. എനിവേ, കഴിഞ്ഞ മാർച്ചിലാണ് ഈ കൊറോണയുടെ ഏറ്റവും രൂക്ഷമായ ഒരു അവസ്ഥ നമ്മളുടെ മാർക്കറ്റ് ദർശിച്ചത്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് എയർലൈൻ, ടൂറിസം, ഹോട്ടൽ ഇൻഡസ്ട്രി, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, സിനിമ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ വല്ലാത്ത ഒരു തകർച്ച തന്നെ അന്ന് നേരിട്ടു എന്ന് പറയാം, അല്ലേ? മാർച്ചിൽ നിഫ്റ്റി 7511 എന്നുള്ള നിലയിൽ വളരെ താന്നിരിക്കുകയായിരുന്നു എന്ന് ആലോചിക്കണം. എന്നാൽ ഇപ്പോൾ ഈ 31 ഡിസംബറിൽ ഈ 7511 എന്നുള്ളത് 13,981 എന്നുള്ള നിലയിലേക്ക് തിരിച്ചു കയറി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതെന്തായത് അതിൻ്റെ കാരണം നമുക്ക് തീർച്ചയായിട്ടും റിസർവ് ബാങ്കിൻ്റെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകിച്ചും ഉള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അവരുടെ നേരിട്ടുള്ള ശക്തമായ ഇടപെടൽ കൊണ്ട് FIIs അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന വിദേശ സാമ്പത്തിക സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങിയിരുന്നവരെ തിരികെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല പോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ നമ്മളുടെ മാർക്കറ്റിലേക്ക് ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചെത്തി എന്നുള്ളത് മാർക്കറ്റിന് വളരെ ഗുണകരമാണ്. അതായത് സെൻസെക്സിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സെൻസെക്സ് കഴിഞ്ഞ മാർച്ച് 24-ാം തീയതി 25,638 അത് ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഡിസംബർ 31 47,751 എന്നുള്ള നിലയിലേക്ക് ഉയരുകയുണ്ടായി. അതായത് 25,638 നിന്ന് 47,751 എന്നുള്ള നിലയിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് നിസ്സാര വളർച്ചയല്ല. അത് വളരെയധികം ഓപ്റ്റിമിസ്റ്റിക് ആണ് മാർക്കറ്റ്. ഈ കാലഘട്ടത്തിൽ മാർക്കറ്റ് വല്ലാതെ ഉയർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി മാർച്ച് 24-ാം തീയതി 16,116 ആയിരുന്നത് ഇപ്പോൾ 31,264 എന്നുള്ള നിലയിലേക്ക് വളർന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൊറോണ എന്നുള്ള ഒരു കാലഘട്ടം തരണം ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിൻ്റെ ഒരു ശരിയായ വാക്സിൻ കണ്ടെത്തപ്പെടുകയും അത് പ്രയോഗത്തിൽ വരികയും ചെയ്താൽ മാത്രമാണ് ഒരു പഴയ ലെവലിലേക്ക്, ഒരു ഉണർവിലേക്ക് പൂർണ്ണമായിട്ട് മാർക്കറ്റ് തിരിച്ചെത്തുള്ളൂ എന്നുള്ളതൊരു സത്യം തന്നെയാണ്. എങ്കിൽ പോലും മാർക്കറ്റ് അത് പ്രതീക്ഷിക്കുന്നു. മാനവരാശിയുടെ ശാസ്ത്രീയ വളർച്ചയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാർക്കറ്റ് തിരിച്ചു കയറി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. വളരെയേറെ പേർക്ക് പൈസ നഷ്ടം വന്നിട്ടുള്ള കേസുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അതായത് ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു.
പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ഒരു കാര്യമല്ല ഈ ലോക്ക്ഡൗണും കോവിഡും എല്ലാം. പക്ഷേ മാർക്കറ്റ് എപ്പോൾ തിരിച്ചു കയറുമെന്ന് അറിയാൻ വയ്യാതെ പലരും കയ്യിൽ പെട്ടുപോയ ഷെയർസ് എപ്പോൾ എങ്ങനെ വിൽക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും, അത് സ്വാഭാവികം മാത്രം. പക്ഷേ പേഷ്യൻസോടുകൂടി, ക്ഷമയോടുകൂടി കയ്യിൽ കരുതി വെച്ചവർക്ക് പലർക്കും പ്രോഫിറ്റ് കിട്ടിക്കാണും. പക്ഷേ അത്രയും ക്ഷമയൊന്നും ഇല്ലാതെ വന്ന പലർക്കും അതിൽ ലോസ് വന്നിട്ടുണ്ട്. നല്ല ഇടിവ് തന്നെ പല ഇൻഡസ്ട്രീസിലും പല സെക്ടേഴ്സിലും നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചു പോയിട്ടുണ്ട്. എന്തായാലും മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെയധികം കെയർഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം ഫാർമ സെക്ടർ ഏകദേശം കഴിഞ്ഞ ഈ ഒരു വർഷം നോക്കുകയാണെങ്കിൽ 59% ഫാർമ സെക്ടർ ബെറ്ററായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത് പറയാവുന്ന ഒരു മേഖലയാണ് IT എന്ന് പറയുന്നത്. IT സെക്ടറും നല്ല ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നോക്കുകയാണെങ്കിൽ വെൽത്ത് ക്രിയേറ്റർ എന്ന് പറയുന്നത് ഓഹരി വിപണിയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് തർക്കമറ്റ ഒരു കാര്യമാണ്. കാരണം ബാങ്കിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിലാണെങ്കിലും ഇത്രയൊന്നും ഒരു റിട്ടേൺ കിട്ടുന്ന ഒരു കാര്യം ഒരു മേഖലയല്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ കെയർഫുൾ ആയില്ലെങ്കിൽ പണം നഷ്ടപ്പെടുന്നുള്ളത് വേറെ കാര്യം. പക്ഷേ വെൽത്ത് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ അല്ലെങ്കിൽ ഈ കൊറോണ കാലത്ത് റീറ്റെയിൽ രംഗത്ത് വളരെയധികം അക്കൗണ്ടുകളാണ് വർദ്ധിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് പുതിയ അക്കൗണ്ടുകൾ, ഇൻഡിവിജ്വൽസിൻ്റെ അക്കൗണ്ടുകൾ വളരെയധികം ആദ്യം 2%, 2.25% ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടപെടൽ അതിൻ്റെ ഇരട്ടിയോളമായിട്ട് വർദ്ധിച്ചിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അതായത് ഇൻഡിവിജ്വൽസ് കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. കാരണം ഇതാണ്, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിലേക്കും ഓഹരികളിലേക്കും എല്ലാം നിക്ഷേപം ഒഴുകാൻ കാരണം. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് വെൽത്ത് ക്രിയേറ്റർ ആരായിരുന്നു എന്നുകൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ റിലയൻസിനെ കുറിച്ച് തർക്കമില്ല. റിലയൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ താരെന്ന് പറയാം. പക്ഷേ ഈ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഈ 29% വർദ്ധിച്ചിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ ഡിസംബറിൽ, നമ്മൾ ഒരു വർഷം എന്ന് പറയുന്നത് ഡിസംബർ ടു ഡിസംബർ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഡിസംബറിലും മാർക്കറ്റ് കുറച്ച് കയറി നിൽക്കുകയായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ 29% വർധനവാണ് റിലയൻസ് കാഴ്ചവെച്ചതായിട്ടാണ് കാണുന്നത്. എന്നാൽ അദാനി എൻ്റർപ്രൈസസ് 135% വർധനവ് ഈ ഒരു വർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേവിൽസ് ലാബ് അത് 105% വർധനവ് കാണിച്ചിരിക്കുന്നത്. മൈൻട്രി 104%. അതായത് വളരെ വലിയ ഉയർച്ചകൾ ഉണ്ടാക്കിയിട്ടുള്ള, വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ എസ്കോട്ട്സ് 99% ആണ് ഒരു വർഷം കൊണ്ട് ഉയർച്ച വിലകളിൽ സംഭവിച്ചത്. അരവിന്ദോ ഫാർമ 96% കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫോസിസിന്റെ കാര്യം നമുക്ക് വിട്ടുകളയാൻ പറ്റൂലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫോസിസ് തന്നെ 68% ആണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട, അതായത് മുൻനിര ഓഹരികളെ നമുക്ക് വിശ്വസിക്കാം, അവയെല്ലാം തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഇനിയുള്ള കാലത്ത് നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം? 2021 എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ച് വേണം നമുക്ക് ട്രേഡ് ചെയ്യാൻ? ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് പല മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ കൊറോണ കാലത്തുണ്ടായ മാർക്കറ്റിൻ്റെ ഈ വലിയ ഇടിവ് നമ്മളെ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് വെട്ടിലാക്കിയിട്ടുണ്ടാവാം. എന്തായാലും ഇനിയുള്ള സമയത്ത് നമ്മൾ വളരെ കൃത്യതയോട് കൂടിയിട്ട്, അതായത് നമ്മളിപ്പോൾ ഈ ചാനലെല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വാച്ച് ചെയ്ത് സ്ഥിരമായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും നമ്മുടെ ചാനലും വളരെ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സഹായത്താൽ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന വളരെ താല്പര്യപൂർവ്വം എല്ലാവരും ഇത് ശ്രദ്ധിക്കുകയും പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു വർഷത്തെ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നുള്ളതാണ്. അതായത് തുടക്കക്കാരോടാണ് ഞാൻ പറയുന്നത്. സ്ഥിരമായിട്ടുള്ള നിരന്തരം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ഞാനിപ്പോൾ പ്രത്യേകിച്ച് സ്ട്രാറ്റജി പറയുന്നില്ല. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് മാർക്കറ്റ് ചാഞ്ചാട്ടം എപ്പോഴും ഉണ്ടായിരിക്കും.
മാർക്കറ്റിൻ്റെ ഈ ചാഞ്ചാട്ടം നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ചാഞ്ചാട്ടം എന്ന് ചോദിച്ചാൽ ഡിമാൻഡ് സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇതുണ്ടാകുന്നത്. അതായത് കറക്ഷനാണ്, ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റ് ഒന്ന് താഴും. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് താഴുമ്പോൾ മുൻനിര ഓഹരികൾ നമ്മളുടെ കയ്യിലുള്ള പണം അനുസരിച്ച് ചെറിയ ക്വാണ്ടിറ്റികളാണെങ്കിൽ പോലും വാങ്ങി വെക്കാനായിട്ട് ശ്രമിക്കണം. അതായത് നമ്മൾക്ക് കുറേശ്ശെ ഓരോ ഡിപ്പിലും നമ്മൾ ബൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടുപോകാം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ലോങ് ടേമിനാണെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് വേണ്ടതാണ്. വളരെയധികം കാര്യമായിട്ട് നമുക്കത് ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പ്രൊഫഷണൽസിൻ്റെ സഹായം തേടണം. പ്രൊഫഷണൽസിൻ്റെ ഒരു ഉപദേശം നമ്മൾ നേടണം. അല്ലാതെ ഒറ്റ കേൾവിയിൽ തന്നെ പലപ്പോഴും മാഗസീൻസിൽ റെക്കമെൻഡേഷൻസ് കാണാറുണ്ട്. വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും ഉപദേശിക്കുന്നത്. പക്ഷേ മാഗസീൻസിലും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളിലും അല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ മാധ്യമത്തിൽ അല്ലെങ്കിൽ ഈ മാഗസീനിൽ പ്രിൻ്റ് ചെയ്ത് വരുന്ന ഒരു സാധനം അതിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പെർട്ട് എത്ര ദിവസം മുമ്പ് പറഞ്ഞതായിരിക്കും അല്ലേ? അത് പ്രിന്റ് ചെയ്ത് വരാനായിട്ട് എത്ര ദിവസങ്ങൾ എടുക്കും? അതിനുശേഷം ഈ മാഗസിൻ നമ്മുടെ കയ്യിൽ വരുന്നത് എന്നായിരിക്കും. അപ്പോൾ ഇതൊരു ഡിലേയ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റൈലായിട്ടുള്ള വാർത്തയാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും അപ്പോൾ എന്നുള്ള ഒരു ഹോട്ട് ന്യൂസുകളുടെ ഒരു സ്ഥലമാണ്. അപ്പോൾ അനലൈസ് ചെയ്യാനും നമ്മൾ റീഡിങ്ങിനും വേണ്ടിയിട്ട് നല്ലപോലെ സമയം ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് വീഡിയോ കാണുന്ന പോലെ തന്നെ കുറച്ച് വായിക്കാനും അനലൈസ് ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ മാഗസീൻസിലെല്ലാം കാണുന്ന അന്ധമായിട്ട് ഉടൻ തന്നെ അനുകരിക്കുകയല്ല വേണ്ടത്. അത് നമ്മളും കൂടി ഒന്ന് വിശകലനം ചെയ്ത് എക്സ്പേർട്സിനോടും കൂടി ഒന്ന് ആലോചിച്ച് ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം തന്നെ വേണം ട്രേഡിങ്ങിലേക്ക് വരാനായിട്ട്. അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന, ഷോർട്ട് ടേം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം ടെക്നിക്കൽ അനാലിസിസിലേക്ക് ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മളിപ്പോൾ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിനെ കുറിച്ചുള്ള എല്ലാമുള്ള പാറ്റേൺസിനെ കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്നുകൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് എല്ലാം നോക്കിയിട്ട് ഈ എപ്പോഴാണ് എൻട്രി ചെയ്യേണ്ടത്, എക്സിറ്റ് ചെയ്യേണ്ടതെന്നെല്ലാമുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇൻട്രാഡേ ചെയ്യുന്നവർ, അക്കാര്യത്തിൽ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ എടുത്തു ചാടി ഉള്ള ട്രേഡിങ്ങുകൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലതല്ല. സ്റ്റോക്ക് മാർക്കറ്റാണ് നമ്മൾ പറഞ്ഞു വെൽത്ത് ക്രിയേറ്റർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ സ്വയം ട്രേഡ് ചെയ്ത് പലപ്പോഴും നമുക്ക് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്യാൻ കൂടി നമ്മൾ അവസരങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IPOകളെ കുറിച്ചാണ്. IPOകൾ വളരെ സക്സസ്ഫുള്ളായ കുറേ IPOകൾ നമ്മളിപ്പോൾ കണ്ടു. വളരെയധികം IPOകൾ ഉണ്ടായിരുന്ന ഒരു വർഷം കൂടിയായിരുന്നു. ഈ കൊറോണ ഉണ്ടായിട്ട് പോലും നമ്മളുടെ ഈ വർഷാവസാനം ധാരാളം നല്ല ഇനീഷ്യൽ പബ്ലിക് ഓഫറുകൾ വന്നിരുന്നു. അതുപോലെ തന്നെ ഇനിയും വരാനിരിക്കുന്നു. ഇനിയും വളരെയധികം കമ്പനികളുടെ IPOകൾ വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈസാഫിൻ്റെ വരാനുണ്ട്, കല്യാണിൻ്റെ വരാനുണ്ട്. ഇതെല്ലാം വളരെ പ്രമുഖ, റെയിൽവേയുടെ കുറച്ച്, LICയുടെ, ഇതെല്ലാം പബ്ലിക് ഇഷ്യൂകൾ വരാനിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം തന്നെ ഈ IPOകൾ, ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ IPOകളിൽ തന്നെ നോക്കിക്കോളൂ. ആന്റണി വേസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ കഴിഞ്ഞ ദിവസം ലിസ്റ്റ് ചെയ്തത്. അതിൻ്റെ പ്രൈസ് ബാൻഡ് 315 രൂപയായിരുന്നു. അപ്പർ ബാൻഡ് 315 രൂപയ്ക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അത് ലിസ്റ്റ് ചെയ്ത ദിവസം, അതായത് 1-ാം തീയതി പുതുവർഷ ദിനത്തിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ 430 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില. എത്ര അപ്രീസിയേഷൻ ഉണ്ടെന്ന് നോക്കൂ. അപ്പോൾ ലിസ്റ്റിങ്ങിൽ നമുക്ക് IPOകൾ വളരെയധികം ലാഭം തരുന്നുണ്ട്. മിക്കവാറും നല്ല IPOകൾ, അതും ശ്രദ്ധിക്കേണ്ടതാണ്, നല്ല കമ്പനിയുടെയാണ്. നമ്മളിപ്പോൾ നമ്മളുടെ വീഡിയോകളെല്ലാം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ്. ബെറ്റർ ഫുഡാണ് അതിന് തൊട്ട് മുമ്പ് വന്നത്, കുറച്ച് ദിവസങ്ങൾക്ക് 3-4 ദിവസം മുമ്പ് വന്നതാണ് മിസ്സിസ് ബെറ്റർ ഫുഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഇഷ്യൂ. അത് 288 റുപ്പീസ് ആയിരുന്നു അതിൻ്റെ അപ്പർ ബാൻഡ്. ആ ഷെയർ ലിസ്റ്റ് ചെയ്ത സമയത്ത് 501 രൂപ എന്ന നിലയിലാണത് ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ 288 എന്നുള്ള 501 രൂപ, അത് പിന്നീട് 595 രൂപ വരെ മറ്റോ അന്നത്തെ ദിവസം തന്നെ പോയി അതിൻ്റെ വില ഉയർന്നു പോയിട്ടുണ്ട്. പിന്നെ ബർഗർ കിങ് ആണ്.
ബർഗർ കിങ് നമ്മൾ വിശദമായിട്ട് നമ്മളുടെ IPOയിൽ നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് 60 രൂപ വെച്ചാണ് ഇഷ്യൂ വന്നത്. അപ്പോൾ 60 രൂപയ്ക്ക് ഇഷ്യൂ അപ്ലൈ ചെയ്ത് കിട്ടിയവർക്ക് അത് ലിസ്റ്റിംഗ് ദിവസം തന്നെ 115 രൂപയിലേക്ക് അതിൻ്റെ വില ഉയർന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ പ്രേക്ഷകർക്ക്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വളരെയധികം പേർക്ക് ഗുണം ചെയ്ത ഒരു കാര്യമാണ് ഗ്ലാൻഡ് ഫാർമ എന്ന് പറയുന്നത്. ഗ്ലാൻഡ് ഫാർമ 1500 രൂപയ്ക്കാണ് ഇഷ്യൂ വന്നത്, 1500 ഒരു ഷെയറിന് വെച്ചിട്ട്. പക്ഷേ 1710 രൂപയ്ക്കാണ് ലിസ്റ്റിംഗ് സമയത്ത് അതിൻ്റെ വില. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നല്ല IPOകൾ അപ്ലൈ ചെയ്യുക. അത് നിങ്ങളുടെ ആരെങ്കിലും വേറെ സ്പൗസ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരിൽ പല 1-2 അക്കൗണ്ടുകളിലായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ, ചെറിയ ക്വാണ്ടിറ്റികളായിട്ട്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് പൈസ മാറ്റി വെക്കണം. അതായത് മിനിമം 15,000 റുപ്പീസ് വേണം. 15,000 റുപ്പീസാണ് മിനിമം ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്ന മിനിമം എമൗണ്ട്. അപ്പോൾ 1-2 ലോട്ടുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ച്, നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര ഗുണിതങ്ങൾ വേണം എന്ന് വെച്ചാൽ ഒരു ലോട്ടിന് 15,000 വരും. അപ്പോൾ 2 ലോട്ടാണെങ്കിൽ 30,000. അങ്ങനെ എത്ര വേണമെങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് അതിന് പറ്റിയ കുറച്ച് ഫണ്ട് മാറ്റി വെച്ചേക്കണം. കാരണം എന്താണ്, ഇതൊരു IPO വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ IPO ഒരാഴ്ചക്കുള്ളിൽ IPO കഴിയും. അപ്പോൾ നമ്മളുടെ അക്കൗണ്ടിൽ തന്നെ പൈസ കിടക്കുന്നുണ്ട് അല്ലേ, ലോക്ക്ഡായിട്ടാണ് കിടക്കുന്നത്. അസ്ബ വഴി ആയതുകൊണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ലോസ് വരുന്നില്ല. IPO കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ പണം വീണ്ടും ഫ്രീ ആവും. അപ്പോൾ നമ്മളുടെ ആ അക്കൗണ്ടിൽ കിടക്കുന്ന കുറച്ച് ഫണ്ട് നമുക്ക് ഇതിനു വേണ്ടി വിനിയോഗിക്കാനായിട്ട് തയ്യാറാവണം. അതൊരു വലിയ ഒരു വെൽത്ത് ക്രിയേറ്ററാണ് IPOകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് ലാഭം നേടാം. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഞാനുണ്ടാകും. എന്തായാലും നമുക്ക് ഒരുമിച്ച് മുന്നേറാം. എന്തായാലും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഇൻവെസ്റ്റിംഗ് ഇയർ ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.